രസം, മെർക്കുറി, എബ്രായയിൽ സിഗ് എന്നാണ് പറയുന്നത്. ദ്രാവക രൂപത്തിലുള്ള ഒരു വിചിത്ര ലോഹമാണ് രസം. പ്രാചീനകാലത്ത് വെള്ളിയുടെ രൂപഭേദമായിട്ടാണ് രസത്തെ കണക്കാക്കിയിരുന്നത്. അരിസ്റ്റോട്ടിൽ, പ്ലീനി തുടങ്ങിയവർ രസധാതുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. കീടം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന സിഗ് എന്ന എബ്രായ പദം വെള്ളിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ഇനി പറയുന്ന സ്ഥാനങ്ങളിൽ കാണാം. ഇവിടെ ഇത് രസമായിരിക്കാൻ ഇടയുമുണ്ട്. സങ്കീർത്തനം 119 സദൃശവാക്യം 25:4, 26:23, യെശയ്യാ പ്രവചനം 1 അധ്യായം 22-25 വാക്യങ്ങൾ, യെഹെസ്കേൽ പ്രവചനം 22:18, 19, 20. സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. സദൃശവാക്യം 26:23. ഇവിടെ വെള്ളിക്കീടം രസം തന്നെയായിരിക്കണം. വെള്ളിയിൽ രസം പൊതിഞ്ഞാൽ ആരെയും ഭ്രമിപ്പിക്കത്തക്ക വളവളപ്പ് അതിനുണ്ടാകും. അഗ്നിയിൽ ശുദ്ധി ചെയ്യുമ്പോൾ രസം നഷ്ടപ്പെടുകയും ശുദ്ധമായ വെള്ളി ലഭിക്കുകയും ചെയ്യും. പുറം വെടിപ്പായിരിക്കുന്ന കിണ്ടി കിണ്ണങ്ങളെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞ വാക്കുകളും ഓർക്കുക. മത്തായി 23, 25, 27, യെശയ്യാ പ്രവചനം 1:22, 25. ഈ വാക്യങ്ങളിലെ കീടവും രസമായിരിക്കാനേ സാധ്യതയുമുള്ളൂ.